ഹലോ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്നൊരു പനീർ തിക്ക മസാലയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് നമ്മുടെ ഉള്ളി, തക്കാളിക്ക, പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ കാഷ്യൂ, അതിനുശേഷം നമ്മൾ സ്ക്വയർ രീതിയിൽ അരിഞ്ഞ പനീർ, അതിനുശേഷം നമ്മുടെ ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാനുള്ള പൗഡർ, ഒന്ന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പനീർ തിക്ക മസാല. ഈ മസാലകൾ എന്ന് പറഞ്ഞാൽ പനീറിൻ്റെ പല തരത്തിലുള്ള മസാലയുണ്ട്, ബട്ടറിൻ്റെ ഉണ്ട്, അങ്ങനത്തെ പലതരത്തിലുണ്ട്. പിന്നെ ബട്ടറും ഓയിലും എടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിന് വേണ്ട ആവശ്യത്തിനുള്ള പാന്, പിന്നെ അതിൻ്റെ സ്പൂണുകൾ, കാര്യങ്ങൾ എല്ലാം. ആദ്യം നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പാനിനകത്തോട്ട് പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം കാഷ്യൂ എടുത്ത് വറുത്തെടുത്ത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ പാൻ എന്തിനാ രണ്ടെണ്ണം എടുത്തതെന്ന്. നമ്മൾ കുക്കിംഗ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയാണ്. പിന്നെ എനിക്ക് അതിന് ശേഷം ഇവാനി സ്കൂളിൽ വിളിക്കാൻ പോകേണ്ടതും കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ 2 പാൻ എടുത്തിരിക്കുന്നത്. ആ കാഷ്യൂ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഒണിയൻ എടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പുറത്തെ പാന് വെറുതെ വിഷമിച്ചിരിക്കേണ്ട, അതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 പേരും കൂടെ മത്സരിച്ചിരുന്ന് നല്ലപോലെ ആവുന്നുണ്ട്. അങ്ങനെ ആദ്യം ആയത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ മാറ്റി വെച്ചു. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ആ പാനിനകത്തോട്ട് തന്നെ എണ്ണ ഒഴിച്ച് നമ്മൾ പനീറാണ് ഫ്രൈ ചെയ്യുന്നത്. പനീർ ഫ്രൈ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചപ്പ് മാറുകയും ചെയ്യും. അത് മാത്രമല്ല കുറച്ച് ഹാർഡാണ് സംഭവം, അത് നല്ലപോലെ സോഫ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് തണുത്ത ടൊമാറ്റോയും ജിഞ്ചർ ഗാർലിക്കിനെയും കൂടെ പേസ്റ്റാക്കി എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഒണിയനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കിന് അത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിനകത്തോട്ട് തന്നെ നമ്മുടെ ഈ ടൊമാറ്റോയെ എടുത്ത് ഒഴിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ താഴെ വീണിട്ടുണ്ട്, അതൊക്കെ തുടയ്ക്കേണ്ടത് നമ്മുടെ തന്നെ ജോലിയാണ്. അങ്ങനെ എന്തായാലും ഇതിൻ്റെ വെള്ളം പറ്റുന്നവരെ നല്ലപോലെ ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കണം. ഇതിനെ മറന്നു പോരുത് കേട്ടോ, കാരണം അവസാനം നല്ല പണിയാവും. കാരണം പനീർ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് ഫുൾ കട്ടയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒണിയനെ ഗ്രൈൻഡ് ചെയ്യുക. ആ ടൈമിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഈ ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോയ്ക്കകത്തോട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടത് ഗരം മസാല മാത്രം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. നിങ്ങളാരും മറക്കണ്ട. കുറച്ച് ഗരം മസാല, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒണിയൻ എടുത്ത് ഇതിനകത്തോട്ട് മിക്സപ്പ് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക. കാരണം ഇതിന് വെള്ളമുണ്ട്, ആ വെള്ളം പറ്റുന്നവരെ കണ്ടോ, നല്ലപോലെ ഒരു കൊഴുപ്പ് വരുന്നവരെ അതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണ്ടോ, നല്ലപോലെ അടുക്കി പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അതിനൊന്ന് മറന്നു പോയത് കൊണ്ടാണ് അത് അങ്ങനെ പറ്റിയത്. അങ്ങനെ എന്തായാലും അതിനെയൊക്കെ കുത്തിയിളക്കി അതിനകത്തോട്ട് തട്ടിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇരുന്ന് നല്ല കുഴകുഴാന്ന് ഫ്രൈ ആവണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പനീർ തിക്ക മസാല അതിനകത്ത് ആഡ് ചെയ്യാം. അതാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര സ്പൂൺ വേണമെന്ന്. നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും എത്ര വേണമെന്ന്. പിന്നെ ഞാനൊരു പീസ് പനീർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഡെക്കറേഷന് വേണ്ടിയാണ് കേട്ടോ. ഇതും ഒരു ഡെക്കറേഷന് വേണ്ടിയാണ്, പിന്നെ ടേസ്റ്റിനും വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ടൊമാറ്റോ സോസ് അത് കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പനീർ നല്ലപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് അവസാനം നമ്മുടെ മല്ലിയില ചെപ്പ്, ഈ മല്ലിയില ചെപ്പ് നല്ലപോലെ അതിനകത്ത് അരിഞ്ഞിടുമ്പോഴത്തേക്കിന് അത് കാണാൻ നല്ല ഭംഗിയായി മാറുകയും ചെയ്യും. കഴുകിയതിന് ശേഷം മാത്രമാണ് അത് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നല്ലപോലെ നമ്മുടെ പനീർ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ കഴിവിച്ചും വരെ